നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 1201 കുംഭമാസം 20-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 4-ാം തീയതി. തൃശ്ശൂരിൽ സൂര്യോദയം കാലത്ത് 6:44, അസ്തമയം വൈകിട്ട് 6:31. ഇന്ന് ബുധനാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 12 മുതൽ 1:30 വരെയുള്ള സമയം. ഇന്നത്തെ ദിനം ബുധനാഴ്ചയാണ്. ഇന്ന് പൗർണമി കഴിഞ്ഞുള്ള ദിനമാകുന്നു. അതിനെ നാം പ്രതിപദം എന്ന് പറയും. പ്രതിപദം നല്ല തിഥിയാണ്. 1-ാമത്തെ തിഥി പ്രഥമാ തിഥിക്കാണ് പ്രതിപദം എന്ന് പറയുന്നത്. ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. 1-ാം തിഥി പലപ്പോഴും ദാരിദ്ര്യത്തെ ജനിപ്പിക്കുന്നു. പൂരം നക്ഷത്രമാകുന്നു കാലത്ത് 7:15 വരെ. 7:15 കഴിഞ്ഞാൽ പിന്നെ ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം ശുഭനക്ഷത്രമാണോ? ആണ്. 9 നക്ഷത്രങ്ങൾ പെടുന്ന ഉത്രത്രയത്തിൽ ഉത്രമത്തം, ചിത്ര, ഉത്രാടം, തിരുവോണം, അവിട്ടം, പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഈ 9 നക്ഷത്രങ്ങളും ശുഭനക്ഷത്രങ്ങളാണ്. പക്ഷേ ഇതിൽ 3 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ലാത്ത നക്ഷത്രങ്ങളാകുന്നു. എന്തൊക്കെയാണ് 9 നക്ഷത്രങ്ങൾ? ഞാൻ പറഞ്ഞു, ഉത്രമത്തം, ചിത്ര, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, അശ്വതി. അതിൽ ഉത്രം, ചിത്ര, രേവതി ഈ 3 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ല. കൃത്രിക, ഭാഗ്യ, മൂലാശ്ച, മക, ചിത്രാച്ച, രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ 6 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ലാത്ത നക്ഷത്രങ്ങളാകുന്നു. അങ്ങനെയാണെങ്കിൽ തച്ഛേഷം വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്നാണ് ആചാര്യർ പറയുന്നത്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നാൽക്കാലികളും സ്ത്രീകളും ഗർഭിണികളും സഞ്ചരിക്കാൻ പറ്റാത്ത നക്ഷത്രമാണ്. ധനാഗമനത്തിന് പറ്റിയ ദിനവുമല്ല. അതിനാൽ ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു മുഹൂർത്തവും ഡോക്ടർ മഹാരാജ് നൽകില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്ന് നന്നായി ശിവക്ഷേത്രത്തിൽ പോകണം. അവിടെ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണം. ഉത്രം നക്ഷത്രമാണ്. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണം. ശിവനി കൂവളമാല, ജലധാര, അപ്രകാരം മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക. എല്ലാ ദുരിതങ്ങളും മാറട്ടെ. അല്ലാതെ മറ്റ് നല്ല കർമ്മങ്ങൾക്കൊന്നും ഇന്നത്തെ ദിനം അനുവദനീയമല്ല എന്ന് പറയട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, നന്ദി, നമസ്തേ.